ഡെറാഡൂണിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പേര് സഹസ്രധാര എന്നാണ്. പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ 1000 സ്ട്രീംസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട്. എന്നാൽ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആ ഒരു കാഴ്ച കാണാനല്ല, ഇവിടെ റോപ്പ് വേ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ കയറാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചാടിത്തുള്ളി പോകുന്നത്. ഇവിടെ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റി കേട്ടോ. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ട് റോപ്പ് വേയിൽ കയറുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് പേടിച്ചാണ് കയറിയത്, എന്നാലും കയറുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മണാലിയിൽ മാത്രമാണ് ഞങ്ങൾക്ക് അടുത്ത് റോപ്പ് വേ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുള്ളത് മുസോറിയിലാണ്. ഈ ഒരു സംഭവത്തിൽ കയറിയപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ. അടിപൊളിയായിരുന്നു വ്യൂ എല്ലാം കാണാനായിട്ട്. നമ്മുടെ സഹസ്രധാരയുള്ളത് ഇതേ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളും വാട്ടർ തീം പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വിൻ്റർ ആയതുകൊണ്ട് വാട്ടർ തീം പാർക്കൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഓവറായിട്ടുള്ള വിൻ്ററുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മിസ്സാവും കേട്ടോ. പക്ഷേ ഈ റോപ്പ് വേ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തോരം അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. എന്നെപ്പോലെ തന്നെ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു കേട്ടോ ഋഷിക്കുട്ടനും. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനല്ലെങ്കിലും ഇതുപോലുള്ള അഡ്വഞ്ചേഴ്സുള്ള കാര്യങ്ങൾ എന്നെക്കാളും ചെയ്യാൻ അവനാണ് കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റോപ്പയിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ളത്. ഇതിങ്ങനെ വന്ന് വരുന്നതും പോകുന്നതും കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കി നിൽക്കാനേ തോന്നും. നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ കാഴ്ചകളും കാണാം. റോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയാണ്. കുട്ടികൾക്ക് മുതൽ നമ്മുടെ വലിയ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളും, നമുക്കാണെങ്കിലും ഫോട്ടോസ് എടുക്കാനും കുട്ടികൾക്ക് കാർട്ടൂണായിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ റോപ്പ് വേ കാറിന് 200 റുപ്പീസ് ആയിരുന്നു കേട്ടോ പെർ ഹെഡ്. കുട്ടികൾക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 400 രൂപ കൊടുത്താൽ നമുക്ക് രാവിലെ കയറിയാൽ പിന്നെ ഉച്ചയ്ക്കോ വൈകുന്നേരമോ നമുക്ക് എപ്പോഴാണോ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ 200 റുപ്പീസ്. പിന്നെ കുട്ടികൾക്കായിട്ട് അവിടെ ഗെയിംസ് കാര്യങ്ങൾ, പിന്നെ അല്ലാതെ മുതിർന്നവർ ആൾക്കാർക്കും കുറച്ച് ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അവർ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. സെറ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതിനുള്ളിലും ചെറിയൊരു അമ്പലം സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കാനായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ കാര്യങ്ങൾ, ഫിഷ് ടാങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ദിവസം മൊത്തം ഇവിടെ വന്നിരുന്നാലും നമുക്ക് ബോറടിക്കാത്തത്ര അടിപൊളി സംഭവങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്കായിട്ട് ഊഞ്ഞാൽ, അങ്ങനെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഫോട്ടോസും റീൽസും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു. നല്ല വ്യൂ പോയിൻറ്റ്സും കൂടെ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇതേപോലുള്ള ഓരോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. എവിടെ നോക്കിയാലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ മാത്രം. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമ്മൾ കാണാനായിട്ട് പറ്റുമ്പോൾ. ഡെറാഡൂണിൽ നിന്നൊരു 14 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ സഹസ്രധാര ഉള്ളത്. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ആദ്യം എനിക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു.
കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് മനസ്സിലായത്. പക്ഷെ നമ്മൾ വരുന്ന ടൈമിൽ നമ്മൾ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വാട്ടറായിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങൾ, വാട്ടർ തീം പാർക്ക് കാര്യങ്ങളൊക്കെ അവർ ഓഫ് ചെയ്ത് വെച്ചായിരിക്കും കേട്ടോ. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റോപ്പ് വേ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് കാണാനുള്ളത്. ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട് കേട്ടോ. അതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ക്ലോസ് ചെയ്ത് പോയതാണ്. അതല്ലാതെ ഒരു ദ്രോണ കേവ് ഉണ്ട്. പണ്ട് ദ്രോണാചാര്യർ താമസിച്ചിരുന്നൊരു ഗുഹയുണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഒരു ശിവ ടെമ്പിളും ഉണ്ട്. അതിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്തത്. ഇതാണ്, ഈ കാണുന്നതാണ് സഹസ്രധാര. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ.